സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും തകർത്ത വിജയമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിൻ്റെ ദൃശ്യം സ്വന്തമാക്കിയത്. ചിത്രം ഒട്ടുമിക്ക എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അന്യഭാഷയിലും തരംഗം സൃഷ്ടിച്ച മലയാളം ചിത്രമായിരുന്നു ദൃശ്യം. ചിത്രം 75 കോടിയോളം ബോക്സ് ഓഫീസിൽ നിന്നും നേടി. ആദ്യമായി 50 കോടി ക്ലബിൽ ഇടം നേടിയ മലയാളം ചിത്രവും ദൃശ്യം തന്നെ. ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ ഉണ്ടായിരുന്നു. ജോർജ് കുട്ടിയും കുടുംബവും പുതിയ പ്രതിസന്ധികൾ നേരിടുന്നതാകും ചിത്രത്തിൻ്റെ പ്രമേയം എന്നായിരുന്നു വാർത്തകൾ. ജിത്തു ജോസഫിനൊപ്പം നിരവധി ചിത്രങ്ങളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ച സൈലസ് എബ്രഹാം ആയിരിക്കും ചിത്രത്തിൻ്റെ തിരക്കഥ രചിക്കുന്നതെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഈ വാർത്തകളോട് പ്രതികരിച്ചിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ്. ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലെന്ന് ജിത്തു ജോസഫ് പറയുന്നു. വാർത്തകൾ തെറ്റാണെന്നും ഇങ്ങനൊരു സംഭവമേ ഇല്ലെന്നും ജിത്തു ജോസഫ് പറഞ്ഞു. പ്രണവ് മോഹൻലാലുമായുള്ള ജിത്തു ജോസഫിൻ്റെ അടുത്ത ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുമെന്നും വാർത്ത പരന്നിരുന്നു. ഇതും ശരിയല്ലെന്ന് ജിത്തു ജോസഫ് പറഞ്ഞു. എന്താണേലും ദൃശ്യം 2 കുറിച്ച് ജിത്തു ജോസഫ് ആലോചിച്ചിട്ടില്ലെങ്കിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തിയിരുന്നു. വരുണിനെ കൊന്നതിനല്ലെന്നും നിലവിലെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ പശുവിനെ കൊന്നതിനെതിരെയായിരിക്കും പുനരന്വേഷണം എന്നുമായിരുന്നു ട്രോളന്മാരുടെ കമൻറ്റ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.